ഇനിയും ഇവിടെ റെക്കോർഡുകളുടെ കോട്ടകൾ കുറപ്പുണ്ടാകുമോ അവന് മുന്നിൽ ഉയരെ നിൽക്കാൻ? തിരുത്തിയെഴുതാൻ വീണ്ടും വീണ്ടും അവൻ ഉയരങ്ങളുടെ സിംഹാസനം തേടുകയാണ്. അക്ഷരങ്ങൾ മനഃപ്പാടമാക്കേണ്ടിയിടത്ത് ക്രിക്കറ്റ് ലോകം കാൽച്ചുവട്ടിലാക്കാൻ വീണ്ടും ആ 15-കാരന്റെ സംഹാരപേരി. ഹൈദരാബാദിനോട് ആദ്യ മത്സരത്തിൽ ഗോൾഡൻ ഡെക്ക്. പന്തെറിഞ്ഞ പ്രഫുൽ ഹിംഗയെ അവൻ കാത്തിരുന്നു. ദിനങ്ങൾ പിന്നിട്ട് വീണ്ടും നേർക്കുനേർ. ഉയർത്തിയടിച്ച ആ 4 സിക്സറുകളിൽ മധുര പ്രതികാരമങ്ങ് തീർത്തു. ജയ്പൂർ എന്ന പിങ്ക് സിറ്റിയിൽ സ്നേഹത്തിന്റെ അടയാളം തീർത്താണ് അവൻ ആഘോഷമൊരുക്കിയത്. ഓരോ മത്സരവും ഓരോ ഏടുകളിൽ അവന്റെ മുദ്രകൾ ചാർത്തപ്പെടുകയാണ്. ക്രിക്കറ്റ് ദൈവങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതവനായി തീർത്ത വരദാനമായിരിക്കണം. കാരണം ഇതൊന്നും സാമാന്യ യുക്തിയുടെ അതിർവരമ്പുകൾക്കുള്ളിൽ പെടുന്നതേയല്ല. പരിചയസമ്പത്തിന്റെ പലരെയും ആകാശ കാഴ്ചകൾ നിറച്ചവൻ, നേടിയിട്ട് മടങ്ങാത്ത സ്വപ്നങ്ങളിലേക്ക് സഞ്ചരിക്കുന്നവൻ, മുൻപെങ്ങും കണ്ടു പരിചിതമല്ലാത്ത ക്രിക്കറ്റ് ലോകത്തെ അത്ഭുതങ്ങളുടെ ഇടം കൈക്കരുത്ത്. ഇതിനൊപ്പം ഒരു ചോദ്യമുയരും. 15-ാം വയസ്സിൽ നമ്മൾ എന്ത് ചെയ്യുകയായിരുന്നു? ജയ്പൂരിൽ വൈഭവ് വിളയാട്ടം വിജയബേരി തൊടാൻ രാജസ്ഥാൻ ആയില്ലെങ്കിലും റെക്കോർഡുകളുടെ അമരത്തവൻ അടയാളപ്പെടുത്തി. കമിൻസ് എന്നൊരു ബുദ്ധിരാക്ഷസന്റെ തന്ത്രങ്ങൾ അവനെ പിടിച്ചു കെട്ടാൻ പണിപ്പെട്ടു. വീക്ക് പോയിന്റുകൾ പഠിച്ചെടുത്ത് പൂട്ടാനാണെങ്കിൽ ദാ ഇങ്ങനെയാണ് മറുപടി. സിക്സറുകളിൽ അഭിരമിച്ചവനോട് പന്തെറിയാൻ ഇന്നാരും ഭയക്കും. കാരണം ഓരോ മത്സരവും അവന് ഓരോ പാഠങ്ങളാണ്. ജയ്പൂരിൽ കണക്ക് കൂട്ടിയിറങ്ങിയ സൂര്യവംശി തേജസ്സോടെ ഉദിച്ചുയർന്നു. 15 പന്തുകളിൽ അർദ്ധശതകം, 36 പന്തുകളിൽ സെഞ്ചുറി രാവ്. ഏറ്റവും കുറഞ്ഞ പന്തുകളിൽ 1000 റൺസുകളും അവൻ പിന്നിട്ടു. എണ്ണിയാൽ ഒടുങ്ങാത്ത റെക്കോർഡുകൾ ഇനിയും കാത്തിരിക്കുകയാണ്. ക്യാപ്റ്റന്റെ തന്ത്രങ്ങൾ പിഴച്ച് രാജസ്ഥാൻ വീണെങ്കിലും ആരാധകർ ഹാപ്പിയാണ്. കാരണം ജയത്തിനപ്പുറം കുട്ടിത്തം മാറാത്ത മുഖവുമായി ഒരു വൈഭവരാവ് കണ്ടു തീർത്തു. ഇനിയും തിരുത്താനാകില്ലെന്ന് കരുതുന്ന റെക്കോർഡ് പുസ്തകങ്ങളിൽ ചുവന്ന മഷിയാൽ തിരുത്തപ്പെടുന്ന കാലം വിദൂരമല്ല. അതിനവന്റെ ഇടം കൈ മുദ്ര അതടയാളപ്പെടുത്തും.